കണ്ണാടിയിലൂടെ കേരളീയ ദർശൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പോയ വർഷം 2023 അത്ര സുഖകരമായിരുന്നില്ല. സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലല്ല 2023 കടന്നുപോയത്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യജീവൻ നഷ്ടപ്പെട്ട വർഷം. അത് യുദ്ധത്തിലൂടെ ആയാലും മറ്റ് അപകടങ്ങളിലൂടെ ആയാലും കൊലപാതകങ്ങളിലൂടെ ആയാലും അങ്ങനെ പല വിധത്തിൽ ആയിരക്കണക്കിന് ജീവൻ, പതിനായിരക്കണക്കിന് ജീവനാണ്, മനുഷ്യജീവനാണ് കഴിഞ്ഞ വർഷം 2023 നഷ്ടമായത്. ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള യുദ്ധം, ആ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, തുടരുന്നു. അതിൽ കൊല്ലപ്പെട്ടവർ അത് ഇസ്രായേലിന്റെ ഭാഗത്തുള്ളവരായാലും ശരി, പാലസ്തീന്റെ ഭാഗത്തുള്ളവരായാലും ശരി, അതിൽ കൊല്ലപ്പെട്ട ഹതഭാഗ്യർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇന്ത്യയിലേക്ക് മടങ്ങുകയാണെങ്കിൽ, അതും വിട്ട് കേരളത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ, കേരളത്തിന്റെ അന്തരീക്ഷം സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് കേരളീയ ജനത ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അത് സഫലമാക്കാൻ കഴിഞ്ഞില്ല എന്നു മാത്രമല്ല, പലപ്പോഴും അത് രക്തച്ചൊരിച്ചിലിന്റെയും കൊലപാതകങ്ങളുടെയും കാലമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കള്ളക്കടത്തും അതുപോലുള്ള സെക്കൻഡ് ബിസിനസ്സുകളെല്ലാം പൂർവാധികം ഭംഗിയായി നടന്ന കാലം. ലഹരി മരുന്നുകളും അതുപോലുള്ള കാര്യങ്ങളും യഥേഷ്ടം നടന്നു വന്ന കാലം. അത് ഇന്നും തുടരുന്നു. അതിനെല്ലാം ഒരു അന്തിമ വിരാമം ഇടാൻ കഴിയുന്നില്ല. ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ തിളങ്ങി നിൽക്കുന്ന ആ ചോദ്യചിഹ്നത്തിന് ഉത്തരം കാണാൻ നമുക്ക് കഴിയുന്നില്ല, സർക്കാരിന് കഴിയുന്നില്ല, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല, സർക്കാരിനെ എതിർക്കുന്ന പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല, സാംസ്കാരിക സംഘടനകൾക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? എവിടെയാണ് തകരാറ്? ആ തകരാറിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും, പുറത്തു കൊണ്ടുവരേണ്ടി വരും. അതിലെല്ലാം നാം ബഹുമാനിക്കുന്നവരെല്ലാം ചിലപ്പോൾ കഥാപാത്രങ്ങളായി മാറിയെന്നിരിക്കും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അതിലേക്കൊന്നും കടക്കാതെ ഈ 2023 നിന്നും 2024 കടക്കുകയാണ്. 24 സമാധാനപരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം, സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് പലരും പറയുന്ന പോലെ പറയാമെങ്കിലും അതൊന്നും അത്ര എളുപ്പമല്ല എന്ന് പറയുന്നവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് അതും ഇവിടെ വിടുകയാണ്. പടിവാതിൽക്ക് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംഭവ വികാസം വരാൻ പോകുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പ്, ലോകസഭയിലേക്കുള്ള അംഗങ്ങളെ ഇന്ത്യ ഭരിക്കുന്നതിന് വേണ്ടി, നമ്മെ ഭരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഗത്ഭരായ പാർലമെന്റേറിയന്മാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരം അത് ഏതാനും മാസങ്ങൾക്കകം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതിന്റെ മുന്നോടിയായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലവിധ പേരുകളിൽ, പലവിധ വേഷങ്ങളിൽ സമൂഹത്തിൽ, രംഗത്ത്, രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ വന്നു കഴിഞ്ഞു. അത് നവകേരള സദസ്സെന്ന നിലയിലായാലും, വിചാരണ സദസ്സെന്ന പേരിലായാലും,
അതുപോലുള്ള മറ്റേതിന്റെ പേരിലായാലും അതിന്റെയൊക്കെ മുന്നിൽ നിൽക്കുന്ന, അതിന്റെയൊക്കെ ഉള്ളിലിരിക്കുന്നത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തങ്ങളുടെ പ്രതിനിധികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള നയപരിപാടികളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായി കാണുന്നതും കേൾക്കുന്നതുമല്ല. ഇന്ത്യയിലെ പ്രഥമ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന 1952 മുതൽ ഇന്ത്യൻ ജനത കണ്ടും കേട്ടും പരിചയിച്ചു വരുന്ന കാര്യങ്ങളാണ്. 1952 ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജവഹർലാൽ നെഹ്റു സർക്കാർ അധികാരത്തിൽ വരുന്നത് 52 ആ മന്ത്രിസഭയിലെ അന്നത്തെ പ്രഗത്ഭരിലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡോക്ടർ BA അംബേദ്കറും അതുപോലുള്ള പ്രഗത്ഭരെല്ലാം അംഗങ്ങളായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ളവർ, VK കൃഷ്ണമേനോനായി മലയാളിയായ VK കൃഷ്ണമേനോൻ അടക്കമുള്ളവർ ആ മന്ത്രിസഭയിലെ പ്രഗത്ഭമായ അതിപ്രാധാന്യമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവരാണ്. 1952 തെരഞ്ഞെടുപ്പിൽ അന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരരംഗത്തുണ്ടായിരുന്നു. അവർക്കന്ന് 40ഓളം ലോകസഭാ മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞു. അവർക്കന്ന് 35ഓ 37ഓ സീറ്റുകൾ ലോകസഭയിൽ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് ലോകസഭയിൽ ഇടതുപക്ഷ മുന്നണിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എല്ലാം കൂടി ഉള്ളത് ആകെ 3-4 സീറ്റാണ്. പഠിക്കേണ്ടുന്ന വിഷയമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ജനങ്ങളിൽ നിന്ന് അവരെ എങ്ങനെയാണ് അകലാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം, ഭൗതിക സാഹചര്യം, സാമൂഹിക സാഹചര്യം, സാംസ്കാരിക സാഹചര്യം, അതെല്ലാം പഠന വിധേയമാക്കേണ്ടവർ വിധേയമാക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. അത് ഇനിയെങ്കിലും ആ രംഗത്ത് നിൽക്കുന്നവർ അത് നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം തൃശ്ശൂരിൽ വന്നു. തൃശ്ശൂരിൽ വന്നത് സ്ത്രീകളുടെ ഒരു വലിയ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോഴത്തേന് കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണ്. ആ സാംസ്കാരിക കേന്ദ്രത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് മാത്രമല്ല, ഇന്ത്യയുടെ കാതലായ പ്രശ്നങ്ങളിലേക്ക് കടന്നത്. അതോടൊപ്പം കേരളത്തിന്റെ കാതലായ പ്രശ്നങ്ങളിലേക്കും കടന്നു. പലരും ആ ഉദ്ഘാടന വേദിയിൽ അതിഥികളായിരുന്നു, അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികളായിരുന്നു. അങ്ങനെ ആ വിശിഷ്ട വ്യക്തികളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് പതിനായിരങ്ങളുടെ അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യത്തിലേക്കാണ് ഇപ്പൊ കടക്കാൻ പോകുന്നത്. കേരളം സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആഫീസാണ്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്ര ആഫീസാണ് കേരളം എന്ന് അദ്ദേഹം വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മുമ്പൊരിക്കൽ അദ്ദേഹം പറഞ്ഞത്, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളം തീവ്രവാദികളുടെ നഴ്സറി ആയിരുന്നു എന്നാണ്, നഴ്സറി ആണെന്നാണ്. അന്നതാരും ഗൗരവമായി എടുത്തില്ല. ഇന്ന് കേരളം സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്ര ആഫീസാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അത് അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണ്, അതീവ ഗൗരവമുള്ള ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു. ദിവസവും ഇവിടുത്തെ വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്ന കള്ളക്കടത്ത് സ്വർണങ്ങൾ, ഇത് എവിടെ നിന്നാണ് വരുന്നത്, ആരുടെ പേർക്കാണ് വരുന്നത്, അവിടെ നിന്നത് ആരാണ് കൈപ്പറ്റുന്നത്,
അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, അത് ഏതെല്ലാം സ്വർണ്ണാഭരണ നിർമ്മാണ ശാലകളിലേക്കാണ് ആ കള്ളക്കടത്ത് സ്വർണം എത്തുന്നത് എന്നതൊന്നും അധികാരികൾക്ക് അറിഞ്ഞൂടായില്ല. അതിനെയെല്ലാം കാര്യക്ഷമമായി കണ്ടെത്തുന്നതിനും സുതാര്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതാണ് പരിശോധിക്കേണ്ടുന്ന വിഷയം. ഒരിക്കൽ ഒരു സ്വർണ്ണ കള്ളക്കടത്തുകാരന് കേരള സർക്കാരിനെ മാത്രമല്ല ഇന്ത്യ സർക്കാരിനെ കള്ളക്കടത്തിലെ കൈകാര്യം ചെയ്യുന്ന ഏജൻസികളെ വെല്ലുവിളിച്ചുകൊണ്ട് തീയതിയും സമയവും വിമാനത്തിന്റെ പേരും മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി. ആ സ്വർണ്ണ കള്ളക്കടത്ത് പിടിക്കാനോ അതിൽ ഭാഗവാക്കായവരെ കണ്ടെത്താനോ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു. അതിനുശേഷം ഒരു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആ കള്ളക്കടത്തുകാരുമായിട്ട് അഭിപ്രായ ഭിന്നതയുണ്ടായ ഒരാളിനെ കൊല്ലാൻ പോകുന്നു എന്ന് ലോകം മുഴുവൻ, കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിഞ്ഞിട്ടും ആ മനുഷ്യനെ രക്ഷിക്കാൻ, അദ്ദേഹം കുറ്റക്കാരനായിരിക്കാം, ആ മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ കൊന്ന് റോഡിൽ എറിയുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള നഗ്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടു. ദിവസവും സ്വർണ്ണ കള്ളക്കടത്ത് പിടിക്കുന്നുണ്ട്. അതിന്റെ എത്രയോ പതിമടങ്ങായിരിക്കും പിടിക്കാതിരിക്കുന്നത്. ഇത് അയക്കുന്നത് എവിടെ നിന്നും അയക്കുന്ന ആളിന്റെ മേൽവിലാസമോ കൈപ്പറ്റേണ്ടുന്ന ആളിന്റെ മേൽവിലാസമോ അത് ചെന്നെത്തുന്ന ഗോഡൌണിനെ കുറിച്ചൊന്നും അറിവില്ലാഞ്ഞിട്ടല്ല അത് പിടിക്കാതിരിക്കുന്നത് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. അവർക്ക് ഉള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ കെട്ടഴിക്കാൻ കഴിയുന്നില്ല എന്നതല്ലേ സത്യം. പലപ്പോഴും പിടിക്കപ്പെടുന്നത് ആ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂലിവേലക്കാരെയാണ്, കാരിയേഴ്സിനെയാണ്. അതിന്റെ യഥാർത്ഥ പ്രതികളെ, യഥാർത്ഥ തോക്കുകൾ പിടിക്കപ്പെടുന്നില്ല. ഇപ്പോഴും അത് അനശ്വതം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളം സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആഫീസാണെന്ന് പറഞ്ഞതിന്റെ പ്രസക്തി ഉയർന്നു നിൽക്കുന്നത്. അത് ഇനിയും ഇതുവരെ തുടരാനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യത. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു വസ്തുത, കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്ന 2 സാംസ്കാരിക സമ്മേളനങ്ങളെ കുറിച്ചാണ്. അത് ഒന്ന് വർക്കല ശിവഗിരിയിലും മറ്റൊന്ന് ചങ്ങനാശ്ശേരി മന്നം എന്ന സ്ഥലത്തുമാണ്. ശിവഗിരി എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം. ശിവഗിരിയുമായി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് വർക്കല ശിവഗിരി. ആ ശിവഗിരിയിലാണ് തീർത്ഥ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വിമർശനാത്മകമായി ഒരു വലിയ വെടി പൊട്ടിച്ചത്. സന്യാസിമാർ കാവി വസ്ത്രം ധരിക്കുമ്പോൾ അത് ഒരു മതത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ പിൻഗാമികൾ ശ്രീനാരായണ ഗുരുവിന്റെ ആ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സന്യാസി ദീക്ഷ സ്വീകരിക്കുമ്പോൾ, സന്യാസിമാരായി മാറുമ്പോൾ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിപുരുഷന്മാരായി നിൽക്കുമ്പോൾ കാവി വസ്ത്രം ധരിക്കാൻ പാടില്ല. കാവി വസ്ത്രം ധരിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അതൊരു മതത്തെ സൂചിപ്പിക്കുന്നു, ചെയ്യാവാം. അതുപോലെ തന്നെ മഞ്ഞ വസ്ത്രത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പട്ടുവസ്ത്രം ധരിക്കരുതെന്ന് ഗുരുദേവൻ പറഞ്ഞതിന്റെ പൊരുളും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പട്ട് ആർഭാടത്തിന്റെ ചിഹ്നമാണ്, ആർഭാടത്തിന്റെ പര്യായമാണ്.
അതുകൊണ്ട് പട്ടുവസ്ത്രവും ധരിക്കാൻ പാടില്ല. ഇതെല്ലാം ആര് ചെവിക്കൊള്ളാണ്? അത് ഒരു ചെവിയുടെ കേട്ട് മറുചെവിയുടെ കളയല്ലേ സാധാരണ പതിവ്. ശിവഗിരിയുടെ പ്രസക്തി, ശ്രീനാരായണ ഗുരുവിന്റെ പ്രസക്തി 100 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്തിനു വേണ്ടിയാണോ സമരം ചെയ്തത്, എന്തിനു വേണ്ടിയാണോ കലാപം ചെയ്തത്, അന്ന് അദ്ദേഹം ഒരു പരിധിവരെയെങ്കിലും ഇല്ലായ്മ ചെയ്ത ജാതി മത അനാചാരങ്ങള്, അന്ധവിശ്വാസങ്ങള്, അതെല്ലാം അദ്ദേഹത്തിന്റെ കാലശേഷം 100 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ശക്തിയായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മന്നത്ത് പത്മനാഭൻ. ശ്രീ മന്നത്ത് പത്മനാഭന്റെ കർമ്മങ്ങളെ, പ്രവർത്തികളെ ശാസ്ത്രീയമായി പഠിച്ചാൽ, വിശകലനം ചെയ്താൽ, അദ്ദേഹം ജാതിക്കും മതത്തിനും എതിരെ ചിന്തിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ ഒരു വലിയ മനുഷ്യനായിരുന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടിയ ഒരു വലിയ മനുഷ്യനായിരുന്നു. സ്വന്തം കുടുംബത്തിൽ തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പെരുമാറിയ, പ്രവർത്തിച്ച ഒരു മഹാമനുഷ്യനായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ. ഇന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ, അദ്ദേഹത്തിന്റെ അനുയായികൾ ആ ജാതിയും മതവും അതിന്റെ ശക്തികൾ, അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് ശിവഗിരിയെ കുറിച്ച് പറയുമ്പോഴും, ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോഴും, ശ്രീ മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുമ്പോഴും ഒരു സത്യം തുറന്നു പറഞ്ഞു എന്ന മാനസിക സംതൃപ്തി അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു സത്യമായി നിലനിൽക്കുന്നു. ഇത് എന്നാണ് ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നത്? എന്നാണ് ഇതിനെല്ലാം ഒരു പ്രതിവിധി ഉണ്ടാകുന്നത്? ഇതെല്ലാം ഇവരുടെയെല്ലാം ഇവരെല്ലാം പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ആ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് വീണ്ടും അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ജാതീയമായ വേർതിരിവിനെതിരെ, മതപരമായ കലാപത്തിനെതിരെ ഒക്കെ വീണ്ടും ഒരു സമരം, ഒരു കലാപം നടത്തേണ്ടത് അനിവാര്യമായിരിക്കുന്നു. അതിനാരാണ് നേതൃത്വം കൊടുക്കുന്നത്? നേതൃത്വം കൊടുക്കാൻ തക്ക യോഗ്യതയുള്ള ആരെങ്കിലും ഇന്ന് കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് ഗവേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യം. വരാൻ പോകുന്ന, അല്ലെങ്കിൽ 2024 അത്ര സുഖകരമായി സമാധാനപരമായിട്ട് ലോകത്ത് അവസാനിക്കുമെന്നുള്ള വിശ്വാസമൊന്നുമില്ല. യുദ്ധങ്ങൾ, പാലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം പോലുള്ള യുദ്ധങ്ങൾ ഇനിയും ഉണ്ടായിക്കൂടുന്നില്ല. മതപരമായ കലാപങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല. അന്ധവിശ്വാസങ്ങൾക്ക് ഇരയാവുന്ന മനുഷ്യർ ഉണ്ടായിക്കൂടുന്നില്ല. അവരെല്ലാം ശക്തമായ നിയമ നടപടിയിലൂടെ മാത്രം ഇല്ലാതാക്കാൻ കഴിയില്ല. അവിടെയെല്ലാം ബോധവൽക്കരണം, ആ ബോധവൽക്കരണത്തിലൂടെയും അത് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. മനുഷ്യൻ നന്നാവണം. എങ്കിൽ മാത്രമേ മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന അന്ധകാരങ്ങളിൽ വെളിച്ചം ചെന്നെത്തണം. ആ വെളിച്ചം പകർന്നു നൽകാൻ കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ആരെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി ഇവിടെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.